ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ അച്ഛൻ ഒരാളുടെ മുന്നിലും തല കുനിച്ചിട്ടില്ല. അന്തസ് കെട്ട് ഒരിക്കലും ജീവിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും ഏട്ടൻ അങ്ങനെ ജീവിക്കേണ്ടി വന്ന ഒന്നെങ്കിൽ ധൈര്യപൂർവ്വം ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. ഇനിയൊരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഇപ്പൊ ഇവിടെ ഇറങ്ങണം. നീ ഒന്ന് സമാധാനിക്ക്. മീരടുത്ത് ഇതൊന്നും മനഃപൂർവ്വം പറഞ്ഞതായിരിക്കില്ല. അനൂപേട്ടനോട് വഴക്കിട്ടപ്പുണ്ടായ വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കും. നാണുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ? ഭാര്യ വെട്ടി 10 ദിവസം പരമസുഖം, അത് കഴിഞ്ഞാ പട്ടിക്ക് സമാന്നാ പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിപ്പോ ഭാര്യ വീട് പോലുമല്ല, ഏതോ ഒരാളുടെ വീട്. വല്ലവരുടെ അധ്വാനത്തിന്റെ ഭാഗം പറ്റി എത്ര നാളിങ്ങനെ ജീവിക്കും? നീ ഒരാണല്ലേ? ഇത്രയൊക്കെ കേട്ടിട്ട് ഇനി ഇവിടെ നിൽക്കണോ? ഇനി ഇവിടെ അപമാനം സഹിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് വയ്യ. എന്റെ അച്ഛൻ പോയി, ആങ്ങളമാരാണെങ്കിൽ അവരുടെ വഴിക്ക്, ഭർത്താവാണെങ്കിൽ ഒരു പണിയില്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്നു. മീരേട്ടത്തിന്റെ പണം കൊണ്ട് ഇത്രയും നാളും ജീവിച്ചു, ഇപ്പൊ അതും തീർന്നു. ഇനി അനുപേട്ടന്റെ മീരേട്ടത്തിന്റെ ഒക്കെ ചെലവില് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. എവിടെങ്കിലും ഒരു ചെറിയ വീട്, ഒരു കുടിലായാലും മതി. പറ്റുമോ നിന്നെ കൊണ്ട്? പട്ടിണിയാണേലും ഉണ്ട് മുറുക്കിക്കൊണ്ട് ഞാൻ ജീവിച്ചോളാം. ഇല്ലല്ലേ? നീ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാ. സ്നേഹം, നീ എന്റെ കൂടെ വരാതിരുന്ന ഞാൻ വല്ല ട്രെയിനിന്റെ മുന്നിലും ചാടി ചാവും. സ്നേഹ, നിക്ക്, ഞാനും വരാം. നിന്നേക്കാളും വലുതായിട്ട് എനിക്കൊന്നുമില്ല. ഇതുവരെ ഈ വീട് എന്റെയും കൂടിയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ലെന്ന്. നമുക്ക് ഒരുമിച്ചിറങ്ങാം. വാ. എന്താ ഇത്? എന്താ മക്കളെ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അവൾ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി പോകണോ വേണ്ടത്? ഇത് നിങ്ങളുടെ കൂടെ വീടല്ലേ? ആന്റി, ഞങ്ങളോട് ക്ഷമിക്കണം. മീരടുത്ത് അനുപേട്ടനോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല. പിന്നെ പിന്നെ ഇതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? സഹോദരങ്ങൾ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാവില്ലേ? അതിനും കൂടുതൽ ഇവിടെ എന്താ സംഭവിച്ചത്? നോക്ക്, അവളുടെ വായിന്ന് എന്തെങ്കിലും അരുതാത്ത വീണിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി മാപ്പ് ചോദിക്കാം. അമ്മ മാപ്പൊന്നും പറയണ്ട. മീരടുത്ത് പറഞ്ഞതാ ശരി. എന്താ
എന്താ ഇവിടെ? എന്തിനാ ഈ ബാഗ് നോക്കി നിൽക്കുന്നേ? ഈ അമ്മ ഒറ്റൊരാളാ ഇതിനെല്ലാം കാരണം. അച്ഛനോട് അമ്മ പറഞ്ഞതെല്ലാം സ്നേഹം എന്റെ കേട്ടു. ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ ഇവരെ കുറിച്ച് പറഞ്ഞ ഇവര് പിന്നെ എന്ത് ചെയ്യണം? എനിക്കിതിലിടപെടാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോന്ന് അറിയില്ല. പക്ഷേ മീരടുത്ത് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി. ആർക്കായാലും ഇത് സഹിക്കാൻ പറ്റില്ല. എടി മീരെ, നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ഈ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയാണോ നീ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുന്നത്? എടി, ഇവരൊന്നുമില്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കാനാവോ? ഇവരിവിടുന്ന് ഇറങ്ങിപ്പോയാ സേതുവിന്റെ ആത്മാവ് നമ്മളോട് ക്ഷമിക്കുവോ? ആരോട് എന്താ പറയേണ്ടെന്ന് അറിയാതെ നിനക്ക് നല്ല ചുട്ട് അടിവെച്ച് തരിക വേണ്ടത്. അതെ, അടിക്കണം. എല്ലാവരും കൂടി എന്നെ അടിച്ചു കൊല്ലണം. നഷ്ടങ്ങളൊക്കെ എനിക്ക് മാത്രമാണല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞത് മാത്രമായി ഇവിടെ കുറ്റം. എടി, മീരടുത്ത് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഞങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഇത്രയും കാലം നിങ്ങളുടെയൊക്കെ ഔദാര്യത്തെ ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റി. എന്റെ അച്ഛൻ വരുത്തി വെച്ച കടങ്ങൾ തീർക്കാൻ മീരടത്തിന്റെ കയ്യിലെ അവസാനത്തെ പണം പോലും ചെലവായി. അതൊന്നും തിരിച്ചു തരാനുള്ള ശേഷിയോ കഴിവോ ഞങ്ങൾക്കില്ല. പക്ഷേ ഇത്തിൽ കണ്ണി പോലെ അനൂപേട്ടന്റെ വിയർപ്പിന്റെ തണലിൽ ഉണ്ടും ഉറങ്ങിയും അഗതിയെ പോലെ ഈ വീട്ടിൽ ജീവിക്കാൻ എനിക്ക് വയ്യ. എന്താ മോളെ നീ പറയുന്നേ? നമ്മളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവരാ. ആരെന്ത് പറഞ്ഞാലും കേൾക്കുമെന്നല്ലാതെ വേറെ മാർഗമില്ല. അത് ധനുഷ് നീ കൂടെ ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോവും? അതോർത്ത് ഏട്ടൻ വിഷമിക്കണ്ട. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. അത് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠമാ. മറ്റാരുടെ അധ്വാനത്തിന്റെ ഭാഗം പറ്റി ജീവിച്ച് മരിച്ചുപോയ നമ്മുടെ അച്ഛന് പേരുദോഷം കേൾപ്പിക്കരുത്. ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ അച്ഛൻ ഒരാളുടെ മുന്നിലും തല കുനിച്ചിട്ടില്ല. അന്തസ് കെട്ട് ഒരിക്കലും ജീവിച്ചിട്ടുമില്ല. എപ്പോഴെങ്കിലും ഏട്ടൻ അങ്ങനെ ജീവിക്കേണ്ടി വന്ന ഒന്നെങ്കിൽ ധൈര്യപൂർവ്വം ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. സ്നേഹേ, ഇതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ദേ, ഞങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായി. അവളുടെ മനസ്സിലുണ്ടായിരുന്ന വിഷമം മുഴുവൻ അവൾ എന്നോട് പറഞ്ഞു. അത് കേട്ടിട്ട് മോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. ഇവളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയുന്നല്ലേ.